നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം, ഒരു പാചകത്തിനുള്ള ഉപാധിയാണ്. ആ സാധനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ടോട്ടലി വീട്ടിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ഹോം മെയ്ഡ് പ്രോഡക്റ്റ്, യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവും ചേർക്കാതെ കൊടുക്കുന്ന പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ പല മാർഗങ്ങളുണ്ട്. നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റുന്ന മാർഗങ്ങളും ഇതിനിടയ്ക്ക് ടിപ്സ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അല്പം കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 45,000 രൂപ 50,000 രൂപ പ്രതിമാസം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ഐഡിയ ആണ് എന്നിവിടെ പറയുന്നത്. എല്ലാവർക്കും വേണ്ടതാണ്, വീട്ടുകാർക്ക് വേണ്ടതാണ്, കടക്കാർക്ക് വേണ്ടതാണ്, എവിടെ ചെന്നാലും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ കൂട്ട്, എത്ര ലാഭം കിട്ടും, എവിടെയാണ് ഇത് വിറ്റഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിലുണ്ട്. ഞാൻ ഈയിടെയുള്ള എല്ലാ വീഡിയോകളിലും അത് പറയാറുണ്ട്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ, പലരും വന്ന് ചോദിക്കുന്ന കാര്യമാണ്, അത് വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓൺലൈനായിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള വർക്കുകൾ പറയാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇന്നേ വരെ ഞാൻ അത്തരത്തിലുള്ള വീഡിയോകൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. താല്പര്യമുണ്ട്, ഇടണമെന്ന് നിങ്ങളുടെ താല്പര്യം കമന്റിൽ അറിയിക്കുക. തീർച്ചയായിട്ടും കുറെ അധികം ആളുകൾ താല്പര്യപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ ഇടാനും തയ്യാറാണ്. അതായത് വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓൺലൈനിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, അതാണ് ആ കണ്ടന്റ്. നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമ്മൾ നിരന്തരം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഫാക്ടറി മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കടച്ചാണി സാധനങ്ങളെല്ലാം പൊടിച്ചു ചേർത്താണ് അത് വരുന്നത്. കാരണം ഫാക്ടറിയിൽ ഉള്ളവർക്ക്, അതായത് വലിയ വലിയ സെറ്റപ്പ് ഉള്ളവർക്ക് അവരുടെ ലാഭവിഹിതം കൂടുതൽ വേണം. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്നതും ദോഷം ചെയ്യാത്തതുമായ പല സാധനങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ നാട്ടിലെ ഈ ഫുഡിന്റെ ആൾക്കാരൊക്കെ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ വിട്ടേക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഈ ചിക്കൻ മസാല ഉണ്ടാക്കാനായിട്ട് നേരത്തെ പറയുകയാണ്, 6 മാസം കൃത്യമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്ന് മാത്രം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. മുളക് പൊടി വേണം 300 ഗ്രാം, വറ്റൽ മുളക് വേണം 100 ഗ്രാം, കുരുമുളക് വേണം 100 ഗ്രാം, മഞ്ഞൾപ്പൊടി വേണം 50 ഗ്രാം, ജീരകം വേണം 50 ഗ്രാം, കറിവേപ്പില വേണം 20 ഗ്രാം, കൊത്തമല്ലി അതായത് റോ മല്ലി അത് വേണം 150 ഗ്രാം, ഏലക്ക വേണം 10 ഗ്രാം, ഗ്രാമ്പൂ വേണം 10 ഗ്രാം. പിന്നെ വേണ്ടത് പെരും ജീരകമാണ് 50 ഗ്രാം. പിന്നെ വേണ്ടത് കാപ്സിക്കത്തിന്റെ ഡ്രൈ പൗഡർ കിട്ടും, 20 ഗ്രാം വേണം. ഉപ്പ് ഒരു 50 ഗ്രാമോളം വേണ്ടി വരും. ചുക്കുപൊടി 20 ഗ്രാം വേണ്ടി വരും. പിന്നെ വേണ്ടത് ജാതിക്ക ഒരു 5 ഗ്രാം വേണ്ടി വരും. ഇതാണ് നമുക്ക് വേണ്ട ആകെയുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നല്ല മസാലകൾ തന്നെ തിരഞ്ഞെടുക്കണം. ഗുണമേന്മയുള്ളത്, വൃത്തിയുള്ളത്, ഉണങ്ങിയത് മാത്രം തിരഞ്ഞെടുക്കുക. അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും പാടില്ല. ഇനി ഈ പ്രോഡക്റ്റുകൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏതാണ്ടൊക്കെ എല്ലാ പ്രോഡക്റ്റും റോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കുരുമുളക്, ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ജീരകം ഇവയെല്ലാം ഒരു 3-4 മിനിറ്റോളം ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്യുക. ആ കൂട്ടത്തിൽ തന്നെ അതെടുത്തതിനു ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് വെറും 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിയാൻ പാടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഗ്രൈൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പൗഡർ ചെയ്യുകയാണ്. അതിന് നമുക്ക് തൽക്കാലം നമ്മളുടെ സാധാരണ മിക്സി തന്നെ ഉപയോഗിക്കാം. എന്നാൽ ഒരു ചെറിയ ഗ്രൈൻഡർ വാങ്ങിക്കേണ്ടതായിട്ട് ആവശ്യം വരും. ഗ്രൈൻഡറോ ഇല്ലെങ്കിൽ ഫ്ലോർ മില്ലോ വാങ്ങിക്കേണ്ടതായിട്ട് ആവശ്യം വരും. അത് പിന്നീട് മതി. ഈ മസാലകളെല്ലാം തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത മസാലകൾ അത് വീണ്ടും വീണ്ടും അരിക്കുക, വീണ്ടും വീണ്ടും പൗഡർ ആക്കുക. നല്ല എക്സ്ട്രാ ഫൈൻ പൗഡറാണ് നമുക്കിതിനു വേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ലൈഫ്, ഷെൽഫ് ലൈഫ് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് 6 മാസം വരെ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. 6 തൊട്ട് 8, 10, 12 മാസം വരെ ഈ പ്രോഡക്റ്റ് ഇരിക്കും. അപ്പോൾ അതിന് എയർ ടൈറ്റ് പാക്കേജിങ് കൂടെ വേണം. അതായത് നമ്മൾ കൊടുക്കുന്നത് എയർ കയറാത്ത പാക്കേജിലായിരിക്കണം.
വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ തുറന്നിടുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അത് അവരുടെ ഡ്യൂട്ടിയാണ്, അത് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ അധികം സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് വെക്കാൻ പാടില്ല. നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ തന്നെ വെക്കുക. 6, 8, 10 മാസം ഇതിന് ലൈഫ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഫൈൻ പൗഡർ ആക്കിയതിനു ശേഷം ഒരു എയർ ടൈറ്റ് ജാറിൽ, വലിയ ജാറിലാണ് ഇത് നിറച്ചു വെക്കേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ പൗച്ചുകളിലേക്ക് പകർന്ന് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എയർ ടൈറ്റ് പൗച്ച് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ എയർ ടൈറ്റ് ജാറുകൾ വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ജാറുകൾ വരുന്നുണ്ട്, അതിൽ നിറയ്ക്കാം. എവിടെയാണെങ്കിലും നല്ല ഒരു അടിപൊളി ലേബലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിന്റെ പുറത്തൊട്ടിച്ച് മാർക്കറ്റിൽ ഇറക്കാം. ഈ ലേബലും കാര്യങ്ങളും ഇല്ലെങ്കിൽ ലൈസൻസുകളും ഒക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ലൈസൻസ് വേണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതൊന്ന് സേവ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്കും ഉപകരിക്കും. ഇനി ഇതിന്റെ ലാഭം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു 300 രൂപ പിടിക്കുക. പിന്നെ നമ്മളുടെ ഗ്രൈൻഡിങ്ങിന്റെ ചെലവ്, പാക്കിങ്ങിന്റെ ചെലവ്, ലേബലിങ്ങിന്റെ ചെലവ് എല്ലാം കൂടെ ഒരു 50 രൂപ പിടിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ചെലവാകാനുള്ള. പിന്നെ എക്സ്ട്രാ എക്സ്പെൻസസ് വരും. നമുക്ക് ട്രാവലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 20 രൂപയുടെ പിടിക്കുക. ഇത് പെർ kgയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വിപണി വില വരുന്നത്, മാർക്കറ്റിൽ ബ്രാൻഡഡ് ഐറ്റം കിട്ടുന്നത് 800-1000 രൂപയ്ക്കാണ് കിലോ പെർ kg കിട്ടുന്നത്. നമുക്ക് എന്ത് വിലയിട്ട് കൊടുക്കാൻ പറ്റും? ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ നമുക്ക് 450-500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. റീറ്റെയിൽ റേറ്റ് ആണെങ്കിൽ നമുക്ക് 600-800 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിനിടയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 350-370 രൂപയോളമാണ് ചെലവായിരിക്കുന്നത് 1 കിലോ ഉണ്ടാക്കാനായിട്ട്. അതിലും കുറച്ചേ വരൂ. ഞാൻ എക്സ്ട്രീം ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാധനം തന്നെ നമുക്ക് 600 രൂപ 800 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും റീറ്റെയിലായി. അപ്പോൾ ലാഭം വരുന്നത് നമുക്ക് ഓരോ കിലോയ്ക്കും 200 തൊട്ട് 500 രൂപ വരെ ലാഭം വരുന്ന പ്രോഡക്റ്റ് ആണിത്. നമുക്ക് ഒരു ദിവസം 5 കിലോ വിൽക്കാൻ പറ്റിയാൽ 200 വെച്ചാണെങ്കിൽ നമുക്ക് 1000 രൂപ കിട്ടും. 500 വെച്ചാണെങ്കിൽ നമുക്ക് 2500 രൂപ കിട്ടും. ഈ 5 കിലോ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് മുന്നോട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം, കേൾക്കണം. അങ്ങനെ ഒരു 25 ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനം ഒരു 37,500 തൊട്ട് 75,000 രൂപ വരെയാണ് ലാഭം വരുന്നത് ഒരു മാസം. ഞാൻ പക്ഷേ ആദ്യമേ പറഞ്ഞത് 45,000 50,000 രൂപയാണ്. കാരണം എക്സ്ട്രീം ഇട്ട് ലാഭം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എവിടെയെങ്കിലുമൊക്കെ അത് പ്രാവർത്തികമാകുന്ന തരത്തിലുള്ളത് വേണം നമ്മൾ പറയാനായിട്ട്. പിന്നെ ഈ ലാഭവും കാര്യങ്ങളും ഒന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ 1, 2, 3 മാസങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് കൊണ്ടുവന്ന ഉടനെ വാ മോനെ, നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ട് തരാം, ആരും തരത്തില്ല. ആദ്യം അടിച്ചോടിച്ചു വിടും, വേണ്ടാന്ന് പറയും. പരിഹസിക്കാനും ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ പിന്നാലെ തന്നെ കൂടിക്കോണം. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഈ പ്രോഡക്റ്റ് നീ എടുത്തില്ലെങ്കിൽ അടുത്ത ആൾ എടുക്കും, അടുത്ത ആളെ ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത ആൾ എടുക്കും. അത് ട്രൈ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് വിറ്റഴിക്കേണ്ടത്? അതിനു മുമ്പ് ലൈസൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഫുഡിന്റെ ലൈസൻസ് എടുത്തിരിക്കണം. മറ്റുള്ള ലൈസൻസുകൾ ആ വീഡിയോ കണ്ടു നോക്കുക. എല്ലാം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വിറ്റ് അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പരസ്യം ചെയ്യാം. പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, എക്സ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് അക്കൗണ്ട് ഉള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പരസ്യങ്ങൾ ചെയ്ത് നമുക്ക് ആളുകളെ നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ നമുക്ക് ലോക്കൽ ഷോപ്പുകൾ വഴി ഇത് വിൽപ്പനയ്ക്ക് വെക്കാം. കൂടാതെ നമ്മളുടെ ഹൗസിംഗ് സൊസൈറ്റികൾ വഴി ഇത് കൊടുക്കാൻ പറ്റും. അതായത് ഡയറക്റ്റ് ഹോം ടു ഹോം വേണമെങ്കിൽ നമുക്ക് കയറി ഇറങ്ങി ഇത് വിൽക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇത് വിൽക്കാം. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്. നിങ്ങൾ പോകേണ്ടത് മെയിൻലി ഹോട്ടലുകളിലേക്കാണ്, കാറ്ററിംഗ് സർവീസുകളിലേക്കാണ്, കുക്കിംഗ് സപ്ലയേഴ്സിന്റെ അടുത്തോട്ടാണ്. ഇവരുടെയൊക്കെ അടുത്ത് പോയാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലുകൾക്ക് ഡെയിലി 3, 4, 5 കിലോ വേണ്ട സാധനമാണ് ഈ ചിക്കൻ മസാല. അതുപോലെ തന്നെ കാറ്ററിംഗുകാർക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് മാസത്തിൽ ഒരു 10, 15 പണികളെങ്കിലും ഇല്ലാത്ത കാറ്ററിംഗുകാർ വളരെ വിരളമാണ്. അപ്പോൾ അവർക്കും ഇത് ബൾക്കായിട്ടാണ് വേണ്ടത്. നോൺ വെജ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുക്കിംഗ് സപ്ലയേഴ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കും ഇത് ബൾക്കായിട്ട് വേണ്ടതാണ്.
ഈ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം റേറ്റ് പറഞ്ഞിരുന്നു, അതൊന്ന് ശ്രദ്ധിച്ച് വീണ്ടും കാണുക. ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കാൻ പറ്റും. 5 കിലോ എന്നുള്ളത് ഒരു ദിവസം 10 കിലോയും നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്, അത് കുറച്ച് കഴിഞ്ഞുള്ള കാര്യമാണ്, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്യാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, ഇതൊക്കെ വഴി നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അതിൽ അക്കൗണ്ട് തുടങ്ങി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാടുണ്ട്. ആ സൂപ്പർ മാർക്കറ്റുകൾ അവരുടെ ചെയിനാണ്. ഓരോ ടൗണിലും അവർക്ക് ഓരോ ഷോപ്പ് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകളെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് നല്ല സെയിൽ നടക്കും. അവിടെ ഒരു ചതിയുണ്ട്, അതുകൂടെ പറയാം. ഈ സൂപ്പർ മാർക്കറ്റുകൾ ഒന്നും തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് വെച്ചാൽ പോലും 2 മാസത്തിന് മുമ്പ് പൈസ തരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അവരുടെ കക്ഷത്തിൽ ചെന്ന് തല വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. 2 മാസം വരെ അവർ പേയ്മെന്റ് തരില്ല. 2 മാസം കഴിഞ്ഞു തന്നാലും അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കുറെ അധികം പേയ്മെന്റുകൾ അവർ നിങ്ങളുടെ ബ്ലോക്ക് ചെയ്യും. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അവരങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ കാണുന്ന ആ പകിട്ട്, ആ കടയുടെ പകിട്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്നാമ്പുറ കഥകൾ ഒരുപാടുണ്ട്. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അവരോട് പറയുക റെഡി ക്യാഷ്, 5 രൂപ കുറച്ചിട്ടാണേലും ഇന്നത്തെ പ്രോഡക്റ്റിന് ഇന്നത്തെ ക്യാഷ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. അതർവൈസ് 2 മാസം കഴിഞ്ഞ് ചെക്ക് വരും, പേയ്മെന്റ് വരും, ഹെഡ് ഓഫീസിൽ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞാൽ ആ ഡീലിന് പോകാതിരിക്കുക. നിങ്ങൾക്ക് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 10,000 രൂപ തൊട്ടൊരു 30,000 രൂപയുടെ റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരു 40 തൊട്ട് 70% വരെ ഇതിന് ലാഭം ലഭിക്കും. പിന്നെ മെയിൻലി എടുത്തു പറയേണ്ട കാര്യം, ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത് ഹോംലി ഫുഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. അങ്ങനെ അതിനെ കൂടുതൽ ജനപ്രിയമാക്കാൻ നമുക്ക് പറ്റും. കുറച്ച് മാസങ്ങൾ കൊണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു 1, 2, 3 മാസം ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.